അങ്ങനെ നമ്മൾ തിരികെ ഹോസ്റ്റലിലോട്ട് എത്തി. ഈ കാണുന്നതാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റല്. മോർ ദാൻ 350 സ്റ്റുഡൻസിന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വലിയൊരു ഹോസ്റ്റലാണിത്. ഈ ഒരു ഹോസ്റ്റല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസിന്റെ ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഹോസ്റ്റലിന്റെ ഉള്ളിൽ പോയിട്ട് റൂം, ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒന്ന് കാണാനായിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിന്റെ ഉൾവശം വരുന്നത്. സെൻട്രൽ ആയിട്ട് ഒരു കോറിഡോർ വരുന്നുണ്ട്. ദെൻ രണ്ട് സൈഡിലായിട്ടാണ് റൂംസ് വരുന്നത്. ഇവിടുത്തെ റൂംസ് ഒക്കെ വളരെ നല്ല ഫെസിലിറ്റിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന റൂംസ് ആണ്. ദെൻ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2 ഷെയറിംഗ് റൂംസും അവൈലബിൾ ആണ്. അത് കൂടാണ്ട് 4 ഷെയറിംഗ് റൂംസും അവൈലബിൾ ആണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യാം, ഇവരുടെ ടോയ്ലറ്റ്സ്, ദെൻ ബാത്ത് ഏരിയ, ദെൻ ബ്രഷിംഗ് ഏരിയ, അത് കൂടാണ്ട് ഇവിടെയുള്ള ലോണ്ടറി ഫെസിലിറ്റീസ്, ദെൻ എല്ലാ ഫ്ലോറിലും അവർക്ക് കോമൺ കിച്ചൺ ഉണ്ട്. അതായത് സ്റ്റുഡൻസിന് മെസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ഓൺ ആയിട്ട് കുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ കിച്ചൺസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 4 ഷെയറിംഗ് റൂമാണ്. സോ 4 ഷെയറിംഗ് റൂമിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് സ്റ്റുഡന്റിന് വേണ്ടി ഉള്ളത് എന്ന് നോക്കാം. ഒരു 4 ഷെയറിംഗ് റൂമിനകത്ത് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വലിയ കബോർഡ്സ് ഉണ്ട്. അതായത് അവരുടെ ഡ്രസ്സൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള വലിയ കബോർഡ് ഉണ്ട്. അത് കൂടാണ്ട് ഒരു 4 കബോർഡ്സ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഞ്ഞു കബോർഡ്സ്, അതായത് സ്റ്റുഡൻസിന്റെ ബുക്സ് ഒക്കെ വെക്കാനായിട്ട്. ദെൻ എന്തുണ്ട്, വലിയൊരു ടേബിൾ ഉണ്ട്. എല്ലാ സ്റ്റുഡൻസിനും സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. സോ സ്റ്റുഡൻസിന് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, റൂമിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ റൂം നല്ല സ്പേഷ്യസ് ആണ്. റൂമിന്റെ സ്പേസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് 2 തട്ടായിട്ടുള്ള ബെഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ബെഡിനോടൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പില്ലോ, അത് കൂടാണ്ട് ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ റൂംസിന്റെയും ഫ്ലോറിൽ ടെയിലിന് വരെ വിരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിനൈൽ ഫ്ലോറിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് ഫ്ലോറിൽ നിന്ന് സ്റ്റുഡൻസിന് കാലിൽ തണുപ്പടിക്കും എന്നൊരു ടെൻഷന്റെ ആവശ്യമേ വരുന്നില്ല. അത് കൂടാണ്ട് എല്ലാ റൂമിലും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല വായുസഞ്ചാരമൊക്കെ ഉണ്ടാവും. സ്റ്റുഡൻസിന് വേറെ സഫോക്കേഷൻ ഒന്നും ഫീൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിൻഡോയുടെ താഴെയായിട്ട് കാണുന്നതാണ് നമ്മുടെ ഹീറ്റർ. എല്ലാ റൂമിലും ഹീറ്റർ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് തണുപ്പ് കാലത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ കിച്ചൺ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഫ്ലോറിന്റെ എൻഡ് പോർഷനിലായിട്ടാണ്. നമ്മൾ ആ ഒരു ഫ്ലോറിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഒരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഫ്രീ ടൈമിൽ ഇവിടെ വന്ന് ഇരിക്കാനായിട്ടും സാധിക്കും. എല്ലാ ഫ്ലോറിലും അവർ 2 കിച്ചൺ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ്സിന് വേണ്ടിയുള്ള കിച്ചൺ ആണ്. സ്റ്റാഫ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു കിച്ചൺ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ കാണാനായിട്ട് പോകുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ ആണ്. ബിക്കോസ് നമുക്ക് വേണ്ടതും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇതാണ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ. സ്റ്റാഫിന്റെ കിച്ചൺ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്. ടോട്ടലായിട്ട് എന്തുണ്ട്, നമുക്ക് 3 അടുപ്പ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ തന്നെ അറ്റ് എ ടൈം 4 സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം. അതായത് ഒരു 10-12 സ്റ്റുഡൻസിന് ഒരേ ടൈമിൽ ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് സെപ്പറേറ്റ് കബോർഡ്സ് ഉണ്ട്. ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല സ്ലാബൊക്കെ ആയിട്ട് സ്റ്റുഡൻസിന് വെജിറ്റബിൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സെപ്പറേറ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വാഷ് ബേസിനും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ മെസ് എടുക്കുന്ന സ്റ്റുഡൻസ് ആയാൽ പോലും അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കണമെന്നുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് സാധിക്കും. ഇതിന് സെപ്പറേറ്റ് ചാർജസ് ഒന്നും തന്നെ മേടിക്കുന്നില്ല. ഇതാണ് ലോണ്ടറി ആൻഡ് ഡ്രൈയിങ് ഏരിയ. സോ സ്റ്റുഡൻസിന്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതും അത് കൂടാണ്ട് ഡ്രൈ ചെയ്യുന്നതൊക്കെ ഈ ഒരു റൂമിലാണ്. അത് കൂടാണ്ട് ഈ ഒരു റൂമിൽ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നിനല്ല, ഈ റൂമിൽ സ്റ്റുഡൻസിനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയും ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏകദേശം 10ഓളം വാഷ് ബേസൻസും വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ ഫ്ലോറിലും റൂംസ് അവൈലബിൾ ആണ്. ദെൻ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ഡ്രസ്സ് വാഷ് ചെയ്യലൊന്നും ഒരു ഹെഡ് ഏക്കിംഗ് ആയിട്ടുള്ള കാര്യമല്ല. അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റൂമിൽ ഹീറ്ററും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഡ്രസ്സൊക്കെ വളരെ ഈസി ആയിട്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ നെക്സ്റ്റ് റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ്. എല്ലാ കാര്യങ്ങളും വളരെ നീറ്റും ക്ലീൻ ആയിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഹോസ്റ്റലിന്റെ ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു.